മിഷണറി യാത്രയിൽ മക്കതോനിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ലേഖനം എഴുതിയത്. AD 57 ഈ ലേഖനം വളരെ കാര്യമായി ചമയ്ക്കുവാൻ ഇടയായത്. എന്താണ് ഇതിന്റെ പരമപ്രധാനമായ പർപ്പസ്, ഉദ്ദേശം? 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 8ാമത്തെ വാക്യം, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തില്ല, മനസ്സില്ല. അപ്പൊ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയിൽ ആസിയ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സ്ഥലത്തെത്തിയപ്പോൾ കർത്താവിന്റെ ദാസൻ അനുഭവിച്ച ചില പ്രതിസന്ധികളോടുള്ള ബന്ധത്തിലാണ് വളരെ കാര്യമായി ഈ ഭാഗം ചമച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ആ ഭാഗം ഒത്തിരി വിശദീകരണത്തിനായി ഞാൻ സമയമെടുക്കുവാനായി താല്പര്യപ്പെടുന്നില്ല. 1ാമത്തെ ഭാഗം, 2ാമത്തെ ഭാഗം എനിക്ക് തോന്നുമ്പോൾ ഏതാണ്ട് ആദ്യത്തെ ഒരു ഭാഗം മാത്രമായിരിക്കും വ്യാഖ്യാനം നൽകാൻ നമ്മുടെ മുൻപിൽ സമയമുള്ളത്. ആ സമയം വളരെ വേഗത്തിൽ ഞാൻ ഉപയോഗിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പം ആദ്യത്തെ ഭാഗം, ആസിയയിൽ അപ്പോസ്തലനായ പൗലോസ് കഷ്ടം അനുഭവിക്കുമ്പോൾ പൗലോസിന്റെ ദൈവം ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ആസിയയിൽ അപ്പോസ്തലനായ പൗലോസ് കഷ്ടം അനുഭവിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവം ആരാണ്? ഊരമലയിലോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പർവ്വതോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പാമ്പാക്കുടയിലോ കൂത്താക്കുളത്തോ ഒക്കെ ദൈവത്തിന്റെ ദാസന്മാർ ഉണ്മയോടെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഒന്നു മാറി പ്രതിസന്ധികൾ വെളിപ്പെട്ടു വരുന്ന വലിയ പ്രത്യാഘാതങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉയരുമ്പോൾ ഇന്ന് രാവിലെ എല്ലാവരും തിരിച്ചറിയണം, നാം സേവിക്കുന്ന നമ്മുടെ ആരാധ്യനായ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തലയ്ക്ക് കരം ഉയർത്തി ഒന്ന് ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യണം. അപ്പോസ്തലനായ പൗലോസിന്റെ റൈറ്റിംഗ്സ് ഞാൻ നിങ്ങൾ പഠിക്കുമ്പോൾ 1ാമത്തെ വാക്യം, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ഭാഗങ്ങളിലെല്ലാം ലേഖനങ്ങൾ എഴുതുമ്പോൾ കൂടുതൽ എഴുതിയിരിക്കുന്നത് 1ാമത്തെ വാക്യം, ക്രിസ്തു യേശുവിന്റെ. പക്ഷെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനും ഒക്കെ സുവിശേഷം എഴുതിയപ്പോ അവർ എഴുതി യേശു ക്രിസ്തു എന്ന. അവരെന്താ എഴുതിയത്? യേശു ക്രിസ്തു എന്ന. പക്ഷെ പൗലോസ് എഴുതിയപ്പോൾ ഓപ്പോസിറ്റായി തിരിച്ച പല സ്ഥലങ്ങളിലും എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെട്ട ലേഖനങ്ങൾ ഓരോന്നും പഠിച്ചാൽ വളരെ കാര്യമായി നോക്കുമ്പോൾ പൗലോസ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും യേശു ക്രിസ്തു എന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തു യേശു എന്നാണ്. മനസ്സിലാക്കിയവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 1ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാ വായിക്കുന്നത്? അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ എന്ത് പേരിടണം? യേശു എന്ന പേരിടണം. അപ്പൊ മത്തായി, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും ഒക്കെ ലഭിച്ച വെളിപ്പാട് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് വണ്ടി തരാനല്ല, വീട് തരാനല്ല, ക്യാൻസർ സൗഖ്യമാക്കാനല്ല, ട്യൂമർ മാറ്റാനല്ല, രമ്യഹർമ്മം നൽകി മക്കളെ മൈഗ്രേഷൻ നടത്തി വ്യത്യസ്ത രാജ്യത്ത് കൊണ്ടെത്തിക്കാനല്ല. എല്ലാവരും ചേർന്ന് പറയണം, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നമുക്ക് പാപക്ഷമ തരാനാണ്. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാവിലെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു നാണയത്തിൽ ഒരു വശമാ രമ്യഹർമ്മം, ഒരു നാണയത്തിൽ ഒരു വശമാ വിദേശ നന്മകൾ, ഒരു നാണയത്തിന്റെ മറുവശമാ മക്കൾ മൈഗ്രേഷൻ നടത്തിയത്. അതൊന്നും ഈ രാവിലെ ഞാൻ തിരസ്കരിക്കുന്നില്ല. പക്ഷെ ആരാധിക്കുന്ന വചനമേറ്റെടുക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളും ആത്മവിയോഗത്തോടെ പറയാൻ ഉണ്മയോട് കരുത്തുണ്ടാകണം. ലോകത്തിൽ യേശു ക്രിസ്തു ദൈവം മനുഷ്യപുത്രനായി താണഭൂമിയിലേക്ക് വന്നത് മെറ്റീരിയലിസ്റ്റിക്കായി ഭൗതികമായി നന്മ തരാനല്ല. അതിനേക്കാൾ അപ്പുറം പിതാക്കന്മാരുടെ കാലം മുതൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട ഒരു ഹെറിഡിറ്ററി പാരമ്പര്യങ്ങളുണ്ട്, ചില ശാപങ്ങളുണ്ട്. ആർക്കും പാപത്തിലെ പാപമോചനം തരാൻ കഴിയാതിരിക്കുമ്പോ ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ആരാധ്യനായ യേശു ക്രിസ്തുവുണ്ട്. പാരമ്പര്യമായിട്ടുള്ള നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് വെള്ളിക്കൊണ്ട് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് പാപമോചനത്തോടെ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന മാന്യ ശ്രോതാക്കൾ അതരപൂർവ്വം അഭിഷേകത്തോടെ കരങ്ങളെ
പാടിയോ കരങ്ങളെ ഉയർത്തിയോ കരങ്ങളെ വീശിയോ ഈ രാവിലെ കേൾക്ക പറഞ്ഞാത്ത യേശുവിന്റെ ദൈവത്തെ പോലെ ഇന്ന് രാവിലെ വേറെ ഒരു ദൈവമില്ല. കർത്താവേ അങ്ങേക്ക് തുല്യന ഇന്ന് രാവിലെ വേറെ ആരുമില്ല എന്ന് ചേർന്ന് ഉമ്മയോടെ ആരാധിക്കാൻ കരുതുന്നവർ രണ്ട് കരകളെ കൊണ്ട് ചേർത്തയച്ച് ശക്തിയോടെ അപ്പൊ ഒരുപക്ഷെ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മാത്രം പാപത്തിന് പാപമോചനം തരാൻ പര്യാപ്തമെന്ന് ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കാൻ കാരണം? ഈ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കേണ്ട സമയം പോകുന്നു. അവിടെ എല്ലാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ കാണുന്നത് ജനിപ്പിച്ചു 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 എന്നാണ്. ആ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഏതാണ്ട് 39 പ്രാവശ്യം 39 ടൈംസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. അപ്പൊ ജനിപ്പിച്ചു 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 എന്നുള്ളത് ഏതാണ്ട് 39 പ്രാവശ്യം കാണുന്നുണ്ട്. എന്നാൽ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിങ്ങനെയാണ് വായിക്കുന്നത്: യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അടുത്തത്, അവനിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശുവിനെ ആരും ജനിപ്പിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, യേശു ജനിച്ചു. ഈ വേദിയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരും ഈ സദസ്സിലായിരിക്കുന്ന പ്രൗഢ ഗംഭീരമായ സദസ്സും ഒക്കെ ജനിച്ചത് മാതാപിതാക്കൾ കൂടിച്ചേർന്നപ്പോഴാണ്, അപ്പനും അമ്മയും കൂടിച്ചേർന്നപ്പോഴാണ്. സ്ത്രീ പുരുഷ സമ്പർക്കത്താലാണ് ഞാനും നിങ്ങളും എല്ലാം ജനിച്ചത്. അപ്പൊ ഉലകത്തിൽ സ്ത്രീ പുരുഷ സമ്പർക്കത്താൽ മാതാപിതാക്കളുടെ കൂടിച്ചേരൽ നിമിത്തം ജനിച്ച ഇഷ്ടം പോലെ ആ ദൈവങ്ങളുണ്ട്, പുരുഷ ദൈവങ്ങളുണ്ട്, സ്ത്രീ ദൈവങ്ങളുണ്ട്. അവർക്കൊരു പക്ഷെ കൈ ഭസ്മം വരുത്താം, കൈ പുഷ്പം വരുത്താം, അത്ഭുത ജലം മാന്ത്രിക ജലമൊക്കെ കൊണ്ടുവന്ന് ആ ദൈവങ്ങളെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഒരു പക്ഷെ നടത്തിത്തരുമെന്ന് വളരെ കാര്യമായിട്ട് രംഗപ്രവേശനം നടത്തി ഡിക്ലറേഷൻ നടത്താം. എന്നാൽ ഇന്ന് രാവിലെ പാപക്കുടയിൽ അതൊന്നും ഞങ്ങൾ തിരസ്കരിക്കുന്നില്ല. എന്നാൽ ഈ വൈഎംസിഎ ഹാളിൽ വിളിച്ചു പറയാൻ കരുത്തുള്ള പ്രധാനപ്പെട്ട സന്ദേശം, മാനവരാശിയും ആരാധ്യനായ ദൈവവും തമ്മിൽ ഏതൻ ഭൂകാവനത്തിൽ ആദ്യ മാതാപിതാക്കളായ ആദാം ഹവ്വ പാപം ചെയ്തത് നിമിത്തം ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട തലം പാപമാണ്. എന്നാൽ ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഉലകത്തിൽ ഒറ്റ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അത് വേറെ ആർക്കുമല്ല, ആരാധ്യനായ യേശുക്രിസ്തുവിനെ മാത്രമാണ്. ഇന്ന് രാവിലെ എഴുതപ്പെട്ട ആരാധനാക്രമങ്ങൾ, ഉരുവിട്ട ആരാധന രീതികൾ, പണ്ടത്തെ സഭയിലെ പാരമ്പര്യ ആചാര്യങ്ങൾ, കർമ്മനിരതന്മാർ എന്ന് വേണ്ട ഒരുപക്ഷെ ജാതീയ ശക്തികളുടെ വഴിപാടുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, സ്ത്രീ ദൈവങ്ങൾ, പുരുഷ ദൈവങ്ങൾ, ഇവരൊക്കെ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് കരുതി ഇന്നലകളിൽ പലരും പലപ്പോഴും ഓടിയപ്പോ അവിടെ ഒന്നും വിടുതൽ നടക്കാതിരുന്നപ്പോ മുഴങ്കാൽ മടക്കിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ രാവിലെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. തന്റെ ഏകനാഥനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കിയപ്പോൾ ആത്യന്തികമായി ഉയർത്തിയ ആരാധ്യന്റെ ശക്തി നിന്റെ കുടുംബത്തിന്റെ ഇന്നലകളിൽ വെളിപ്പെട്ടു വന്ന ഒരു കാറ്റുള്ളി പോലെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെട്ടിട്ട് ഇന്നലകളിൽ വ്യാപരിച്ച ശത്രു നിർമ്മിച്ച ചില കോടികളെ അടിക്കാൻ പകർന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർ യോഗത്തിൽ അകത്തുണ്ടെങ്കിൽ 3000 സെക്കൻഡിൽ കടന്നു വന്ന ദൈവത്തിന്റെ ദാസന്മാർ വിശ്വാസ സമൂഹം അഭിഷേകത്തോടെ ചേർത്ത് പറഞ്ഞാട്ട് യേശുവിന്റെ ദൈവത്തെ പോലെ ഇന്ന് രാവിലെ വേറെ ഒരു ദൈവമില്ല. കർത്താവേ പേരെന്തായി അമ്മയ്ക്ക് തുല്യന ഇന്ന് രാവിലെ വേറെ കാര്യമില്ല. അത്രയുള്ള ശക്തിയോടെ ഭൂമിയിൽ അമ്മയ്ക്ക് തുല്യന ഇന്ന് രാവിലെ വേറെ കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ പോലെ വൈദികന്മാർ വീണവിക്കൊണ്ടതുപോലെ തിരമാലയുടെ ആരവാരത്തിന്റെ ശബ്ദം പോലെ പകർന്ന ഇടി ഉയർന്ന പോലെ അപ്പൊ ഇന്ന് രാവിലെ എല്ലാവരും തിരിച്ചറിയണം,
സ്ത്രീ ദൈവങ്ങൾ, പുരുഷ ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ, സ്ത്രീ പുരുഷ സമ്പർക്കത്താൽ ജനിച്ചവർ, മാതാപിതാക്കളുടെ കൂടിച്ചേരൽ നിമിത്തം ജനിച്ചവർ, ഈ ജനിക്കപ്പെട്ട സകല ജനത്തിന്റെ മേലും അല്ലെന്നുണ്ടെങ്കിൽ സകല ദൈവങ്ങളുടെ മേലും കർമ്മപാപം, ജന്മപാപം ഇതൊക്കെയുണ്ട്. എന്നാൽ ഒരു പാപമുള്ള മനുഷ്യൻ ജന്മം കൊടുത്ത മറ്റൊരു മനുഷ്യൻ പാപിയ. എന്നാൽ ഒരു പുരുഷൻ കൂടാതെ സ്ത്രീയുടെ ഉദരത്തിന്റെയാകട്ടെ ഒരു കന്യകാജന ഒറ്റവാക്കിൽ പറഞ്ഞ വിടുന്ന ബീജത്താലല്ല, വിടാത്ത ബീജത്താൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ ഈ വചനം ഒരു ഭ്രൂണമായി പുറത്തേക്ക് വന്ന ഒറ്റവാക്കിൽ പറഞ്ഞ ദൈവം മനുഷ്യനായി താഴഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അബ്രഹാമിന് മുൻപ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിന് മുൻപേയുള്ള ആരാധ്യനായ ക്രിസ്തു ഈ പാപക്കുട വൈദ്യുതി ആരാധിക്കുന്ന ജനം ചേർന്ന് പറഞ്ഞാട്ട് ഇന്ന് രാവിലെ ഒരുവരെ മാത്രമേ ഉലകത്തിൽ അറിവുള്ളൂ. അത് മറ്റാർക്കുമല്ല, ആരാധ്യനായ യേശു ക്രിസ്തുവിനാണ്. ഞാൻ നിൽക്കുന്നില്ല, അടുത്ത ചിന്തയിലേക്ക് ഇന്ന് രാവിലെ വളരെ വേഗത്തിൽ ഞാൻ കടന്നു പോകാൻ താല്പര്യപ്പെടുകയും അപ്പൊ മത്തായി, മാർക്കോസും ലൂക്കോസും യോഹന്നാനും ഒക്കെ യേശുവിനെ ആദ്യമായി കാണുന്നത് തന്നെ പാപത്തിൽ നിന്ന് പാപക്ഷമ തരാൻ പര്യാപ്തമായി ക്രിസ്തുവായിട്ട് അങ്ങനെ ഒരു വെളിപ്പാടാണ് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ശൗലാണല്ലോ പിന്നെ പൗലോസായത്, സംശയമില്ലല്ലോ, എല്ലാവർക്കും ആ വചനത്തിന്റെ ഭാഗം അറിയാവുന്ന ഭാഗമാണല്ലോ. അപ്പൊ ഈ ശൗലായിട്ട് നടക്കുന്ന കാലം ജനിച്ച ഗോത്രം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ബെന്യാമിൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിചയം ഏറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാതിയുള്ളവൻ, സഭ ഉപദ്രവിച്ചവൻ എന്ന് വേണ്ട ഒത്തിരി യോഗ്യതയുള്ളവനാ. പക്ഷേ അവൻ തന്നെ ഡെമസ്കോസിന്റെ പണിവാതിൽക്കൽ വെച്ച് ഒരിക്കൽ എന്റെ ഭാഷയിൽ പറഞ്ഞ സ്വർഗത്തിലെ വിൻഡോ, സ്വർഗത്തിലെ ജനൽ ആരാധ്യനായ ദൈവം തുറന്നു കഴിഞ്ഞപ്പോ ഒരു ഭയങ്കര വെട്ടം, ഒന്ന് സ്വിച്ച് ഓഫ് ആക്കുന്നത് പോലെ ലൈറ്റ് ഒന്ന് കത്തിയതേ ഉള്ളൂ. പക്ഷെ തന്റെ കണ്ണ് ബ്ലൈൻഡായി. ഒരു ദിവസമല്ല, 3 ദിവസം. അടുത്തിരിക്കുന്നവർ കാണാൻ കഴിയാത്തതുപോലെ, 3 ദിവസം പകലോ രാത്രിയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ആ സമയം ശൗൽ ചോദിക്കുന്നുണ്ട്, നീ ആരാ? വളരെ വേഗത്തിൽ ആരാധ്യന ദൈവം വിളിച്ചു പറയും, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാ. പാപത്തിന് പാപക്ഷമ തരാൻ വന്ന യേശു ക്രിസ്തുവിനെ മത്തായി, മാർക്കോസും ലൂക്കോസും യോഹന്നാനും ഒക്കെ വളരെ ആധികാരികമായി കണ്ടപ്പോ അപ്പോസ്തലനായ പൗലോസ് കാണുന്നത് ആ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന മഹത്വധാരിയായ ക്രിസ്തുവിനെയാണ്. അങ്ങനെ ആ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് തന്റെ റൈറ്റിംഗ്സിന്റെ അകത്തൊക്കെ മുഴുക്കി എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത യേശു ക്രിസ്തു എന്നല്ല, തിരിച്ചാണ് പലപ്പോഴും എഴുതിയത് ക്രിസ്തു യേശു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദാസന്മാർ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ഇല്ലായ്മ, വല്ലായ്മ, പട്ടിണി, വൈരാഗ്യം, പരിവർത്തനമുള്ള മലപ്രദേശമോ പട്ടണത്തിലോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉള്ളവരൊക്കെ വിശ്വാസത്തോടെ അടുത്ത സ്ഥലങ്ങളിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിയോഗത്തോടെ ഒരു വചന വെളിപ്പാട് കൈമാറുന്നു. നിങ്ങൾ ഒറ്റക്കല്ല കടന്നു പോകുന്നത് മഹത്വധാരിയായ ക്രിസ്തു. അഭിഷേകത്തോടെ ഒരറ്റം വരെ ഇതിനകത്ത് ദൈവത്തിന്റെ ദാസന്മാർ മാത്രമല്ല, നിങ്ങളുടെ ഔദ്യോഗിക തലങ്ങളിൽ ഇന്ന് രാവിലെ മഹത്വധാരിയായ ക്രിസ്തു ഇറങ്ങി വരും. നിങ്ങളുടെ ബിസിനസ്സിന്റെ മഹത്വധാരിയായ ക്രിസ്തു ഇറങ്ങി വരും. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് മഹത്വധാരിയായ ക്രിസ്തു ഇറങ്ങി വരും. ഈ പരമ്പരയിൽ മഹത്വധാരിയായ ക്രിസ്തു ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുടെ അകത്തുണ്ടെങ്കിൽ നിർബന്ധമില്ല, ആ വചനത്തിന്റെ വെളിപ്പാട് എടുക്കുന്ന ശക്തിയോടെ അടുത്ത ചിന്തയിലേക്ക് രാവിലെ ഞാൻ വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. ആ ഭാഗം ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. കൊരിന്ത്യയിലേക്ക് ആ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ കാര്യമായി മനസ്സിലാക്കിയ 1-2 വചനത്തിന്റെ വെളിപ്പാടുകൾ പറഞ്ഞ് വേഗം ഞാൻ വചന ശുശ്രൂഷകൾ ആദ്യത്തെ ഒരു ഭാഗം മാത്രം തീർത്ത് അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുക. ദൈവഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്ത്യ ദൈവസഭയ്ക്കും അക്കാലയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. 2-ാമത്തെ വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും. ആദ്യത്തെ ഒരു വചനത്തിന്റെ വെളിപ്പാട് ഞാൻ ഇങ്ങനെ സ്ഥാപിക്കുന്നു. ആസിയയിൽ അപ്പോസ്തലനായ പൗലോസ് കഷ്ടത അനുഭവിക്കുമ്പോൾ വളരെ കാര്യമായി പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, ആസിയയിൽ ഞാൻ കഷ്ടത അനുഭവിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, ആസിയയിൽ എനിക്കൊരു ദൈവമുണ്ട്. ആ 2-ാം വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന്. അപ്പൊ ആസിയയിൽ ഒരു സാധാരണ ചെറിയൊരു പനിയോ മുട്ടുവേദനയോ ഒരു ചെറിയൊരു ആക്സിഡന്റോ ഒരു ചെറിയ പ്രശ്നമോ എന്നാരും ചിന്തിക്കരുത്. ആ 1-ാം അധ്യായം നാം വായിച്ചു വരുമ്പോ 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം, ഞങ്ങൾക്ക് മനസ്സില്ല, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്
ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അടുത്തത്, അത് ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. അടുത്തത്, ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ എന്തോ ചെയ്തു. പല കർത്താവിന്റെ ദാസന്മാരും പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുകയാണ്. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നല്ലൊരു പാസനേജ് ഉണ്ടാകത്തില്ല, നല്ലൊരു പള്ളി ഉണ്ടാകത്തില്ല, ഒരുപക്ഷെ അംഗീകൃത സഭയാകത്തില്ല, സന്താനത്തിന് വേണ്ട വരുമാനം കാണത്തില്ല. ഇതിലാണ് ദൈവത്തിന്റെ ദാസന്മാർ ഞങ്ങളുടെ അനുഭവം മാത്രമല്ല, നിങ്ങളും അനുഭവിക്കുന്ന പല പരിശോധനകൾ കണ്ടേക്കാം. ആസിയിൽ അപ്പോസ്തലനായ പൗലോസ് ഉള്ളിൽ മരിക്കുമെന്ന് നിർണയിക്കേണ്ടി വന്നതുപോലെ ഈ ഏപ്രിൽ മാസം 18-ാം തീയതി അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് നടുവിൽ ഈ രാവിലെ ആത്മാവിൽ ഒരു വചന വെളിപ്പാട് ഞാൻ വിളിച്ചു പറയുന്നു. നിങ്ങൾ ഒറ്റക്കല്ല, അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം, നീ ആരാകണമോ പെണ്ണാകണമോ എന്ന് തീരുമാനിച്ച ദൈവം, നിന്റെ ഭർത്താവ് ആരാകണം, ഭാര്യ ആരാകണമെന്ന് തീരുമാനിച്ച ദൈവം, നിനക്ക് എത്ര മക്കളുണ്ടാകണമെന്ന് തീരുമാനിച്ച ദൈവം, 2026 സ്ഥലമാറ്റത്തിൽ എവിടേക്ക് പോകണമെന്ന് നിർണയിച്ച ദൈവം, ആ ദേശത്ത് ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന നിർണയിച്ച ദൈവം, അത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവം. ഇത് രാവിലെ ഒന്ന് ചേർന്ന് പറഞ്ഞ ഒറ്റക്കല്ല, എന്നോടുകൂടി ആരാധ്യനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് ശബ്ദം ഉയർത്തി അതരങ്ങൾ തുറന്ന് അഭിഷേകത്തോടെ ഒരറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ ചേർന്ന് പറ. എന്റെ തലയിൽ ഒരു മുടി പൊഴിയണമെങ്കിൽ ആരാധ്യനായ ക്രിസ്തു അറിയണം. എന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കുന്നതിന് കണ്ടിച്ചിരിക്കുന്ന ആരാധ്യനായ ദൈവത്തിന്റെ മാലാഖമാ ഇന്ന് രാവിലെ ഓടിക്കൂടിയൊക്കെ നെടുകെ സഞ്ചരിക്കുന്നുണ്ടെന്ന് എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം, വിശ്വാസി സമൂഹം ഈ രാവിലെ ഉണ്ടെങ്കിൽ ആ തുറന്ന് ആ അഭിഷേകത്തോടെ ദൈവകൃപ അനുഭവിക്കുന്നത് ശക്തിയോടെ ഞങ്ങൾക്കില്ല ആരാധിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി രാവിലെ നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പൊ ആസിയ കഷ്ടത അനുഭവിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ദൈവമുണ്ട്. അടുത്തത്, ഈ ദൈവം ആരാണ്? രണ്ടാമത്തെ വാക്യത്തിൽ ഈ ദൈവം ആരാണ്? അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ നിന്ന്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറയാ, അപ്പം കൂടെയില്ല, അമ്മ കൂടെയില്ല, അമ്മായിപ്പ കൂടെയില്ല, അമ്മായിമ്മ കൂടെയില്ല, രക്തബന്ധങ്ങൾ കൂടെയില്ല, സഹോദരങ്ങൾ കൂടെയില്ല, ആരും കൂടെ ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് എന്നോട് കൂടെ ദൈവമുണ്ട്. ആ ദൈവം ആരായിട്ട് ആസിയിൽ ഇറങ്ങി വന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിതാവായിട്ട്. എത്ര പേർക്ക് രാവിലെ വചനത്തിന് വെളിപ്പാടുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യുക. സ്വന്തം നാട് മലബാറിലായിരിക്കാം, സ്വന്തം നാട് മധ്യ തിരുവിതാംകൂറിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പട്ടണത്തിലോ മലയോര പ്രദേശങ്ങളിലോ ആയിരിക്കാം. ആരും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ദാസന്മാർ, നിന്റെ തലമുറകൾ മൈഗ്രേഷൻ പ്രാപിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിൽ എത്തപ്പെട്ട് അഭിമുഖീകരിക്കുന്ന യുദ്ധത്തിന്റെ പ്രതിസന്ധികൾ, മുമ്പ് പറഞ്ഞതുപോലെ വചനത്തിന് വേണ്ടി തന്നെ മകൻ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എത്തപ്പെട്ടു. പക്ഷെ അവിടെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഇന്ന് രാവിലെ ഏതുമാകട്ടെ, കൃപ പ്രാപിക്കുന്നവർ ചേർന്ന് പറ, എന്റെ തലമുറ പോയ രാജ്യത്ത് അവർ ഒറ്റക്കല്ല, ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒറ്റക്കല്ല. രോഗക്കിടപ്പിൽ കഴിയുന്നവർ ഇന്ന് രാവിലെ ശബ്ദം ഉയർത്തുന്നത് ചേർന്ന് പറയണം, ഞങ്ങൾ ഒറ്റക്കല്ല. ദൈവകൃപ അനുഭവിക്കുന്നവർ ഉണ്മയോടെ ആത്മബലത്തോടെ ചേർന്ന് പറ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവം വേറെ ആരുമല്ല, എന്റെ അപ്പനാണ്, എന്റെ പിതാവാണ്. ഈ കൂട്ടായ്മ യോഗത്തെ ദൈവത്തിന്റെ ദാസന്മാരെ രോഗക്കിടക്കൾക്ക് നടുവിൽ ആത്മബലത്തോടെ ചേർന്ന് പറ, ഞങ്ങൾ ഒറ്റക്കല്ല, എന്നോട് കൂടെ ആരാധ്യനായ ദൈവമുണ്ട്. പോരാ, രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് വിശ്വാസത്തോടെ കേൾക്കുന്നവർ ഒരൊറ്റ പുറമെ അങ്ങേയറ്റവരെ അഭിഷേകത്തിന്റെ ബലം. അടുത്ത ചിന്തയിലേക്ക് രാവിലെ ഞാൻ വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. ആസിയിൽ അപ്പോസ്തലനായ പൗലോസ് കഷ്ടത അനുഭവിക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ദൈവമുണ്ട്. അടുത്ത ചിന്ത, ഈ ദൈവം ആരാണ്? എന്റെ പിതാവാണ്. മക്കൾ തെറ്റ് ചെയ്താൽ, മക്കൾക്ക് കുറവുണ്ടെങ്കിൽ, നിരവധി പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അപ്പൻ അതൊന്നും വകവെക്കാതെ പോകുന്നത് പോലെ ഒരു മാനുഷികമായ അപ്പൻ പോകുമെങ്കിൽ സ്വർഗസ്ഥനായ അപ്പൻ പിതാവ് എത്രയധികം. ആ രണ്ടാം വാക്യത്തിൽ അപ്പന്റെ ആദ്യത്തെ സ്വഭാവം, പിതാവിന്റെ ഫസ്റ്റ് ക്യാരക്ടർ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, കൃപ അയക്കുന്ന ദൈവമാണ്. ആദ്യത്തത് എന്താണ്? കൃപ അയക്കുന്ന ദൈവമാണ്. അപ്പൊ ആ പിതാവായ ദൈവത്തിന്റെ ഫസ്റ്റ് ക്യാരക്ടർ കൃപ.
ഗ്രേസ് എന്നൊരു പദം വല്ലാതെ വിശകലനം ചെയ്യപ്പെട്ട് വ്യാഖ്യാനം നടത്തപ്പെട്ട ഒരു കാലമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൃപ നഷ്ടപ്പെടത്തില്ല, പാപം ചെയ്യാം, ഏത് മോശകരമായിട്ടുള്ള ജീവിതം നയിക്കാം, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതി, പിന്നെ ഒരിക്കലും കൃപയിൽ നിന്ന് വീഴത്തില്ല എന്ന് പല പുതിയ തിയോളജികൾ, പുതിയ ഡോക്ട്രിൻസുകൾ വളരെ കാര്യമായി നമ്മെ എറണാകുളത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും വേണ്ട നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പഠിപ്പിക്കുമ്പോൾ ഉലകത്തിലെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഗ്രേസ് എന്ന് പറയുന്നത്, ലോകത്തിലേക്ക് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. എത്ര പേർക്ക് രാവിലെ ആ തലയ്ക്ക് മീതിയുള്ള കരമുയർത്തിയുള്ള സ്തോത്രം ചെയ്യുക. ഒരു നാണയത്തിന്റെ ഒരു വശം അതായിരിക്കുമ്പോ കൊടും പാപിയായ ആ കുലീനത്വമൊന്നും ഇല്ലാത്ത മുടിഞ്ഞ് കുപ്പക്കുന്നായ കുടുംബത്തിന്റെ അകത്തേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത കൃപയ്ക്ക് മറ്റൊരു നിർവചനം കൊടുത്താൽ, അപ്പൻ കർഷകനാ, അപ്പൻ സാധാരണക്കാരനാ, അപ്പൻ ത്യാഗികാരനാ, പക്ഷെ നിന്റെ തലമുറയെ സമ്പന്നന്മാരോടുകൂടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ കഥ കൊണ്ടെത്തിച്ചെങ്കിൽ അതിന്റെ പേര് കൃപയെന്നാണ്. ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ജനിക്കപ്പെട്ട സാധാരണക്കാരനെ ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊമോഷൻ കൊടുത്ത്, അസാധാരണ ഉയർച്ച കൊടുത്ത് അടുത്ത ഒരു ലെവലിലേക്ക് ദൈവം മാനിച്ചെങ്കിൽ അതിന്റെ പേര് ദൈവത്തിന്റെ കൃപയെന്ന. നിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയല്ല, നിന്റെ കുലീനത്തിന്റെ ശക്തിയല്ല, നിന്റെ വർണ്ണത്തിന്റെ മികവല്ല. കമാൺ, ഒന്ന് ചേർന്ന് പറഞ്ഞോ, അതിന്റെ പേര് ദൈവത്തിന്റെ കൃപയെന്ന. ഇത് രാവിലെ കറുപ്പും വെള്ളയും നീലയും വെള്ളയും ഒക്കെ ഇട്ട് ഒരു കൂട്ടം ദൈവത്തിന്റെ ദാസന്മാർ 10-15 മണി വേദിയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി കരങ്ങളെ തട്ടിയൊക്കെ ആരാധിക്കാനുള്ള കാരണം മുമ്പ് കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞതുപോലെ സഭാശുശ്രൂഷ പട്ടുമത്തയല്ല, നിന്നയുണ്ട്, ആക്ഷേപമുണ്ട്, പട്ടിണിയുണ്ട്, വൈദാഹമുണ്ട്. ഇന്ന് ദൈവം എന്ന് പറഞ്ഞ ശുശ്രൂഷകനെ നാളെ പിശാചെന്ന് വിളിക്കും. ദൈവം അയച്ചു വന്ന ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞ ആളിന് 3-ാമത്തെ വർഷമാകുമ്പോൾ വ്യത്യസ്തമായ പേരുകൾ, നിർവചനങ്ങളും ഒക്കെ കൊടുക്കും. പക്ഷെ അതിനെ അതിജീവിക്കാൻ പകർന്നത് സമ്പത്തിന്റെ ശക്തിയല്ല, ബൈബിൾ കോളേജിൽ പഠിച്ച ഡിഗ്രിയുടെ മികവല്ല. ഒന്ന് ശബ്ദം ഉയർത്തിയത് ചേർന്ന് പറഞ്ഞോ, അതിന്റെ പേര് ദൈവത്തിന്റെ കൃപയെന്ന. ഒരറ്റം തുടങ്ങി അങ്ങേയറ്റം വരെ ദൈവകൃപയെ അനുഭവിക്കുന്നവർ ഒരു ശക്തിയോടെ അടുത്ത ചിന്തയിലേക്ക് രാവിലെ വളരെ വേഗത്തിൽ വരിക. എന്താണ് കൃപ? അർഹതയില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ദൈവം ഒരു സ്ഥാനക്കയറ്റം നൽകിയെങ്കിൽ അതിന്റെ പേര് ദൈവത്തിന്റെ കൃപയെന്നാണ്. അതിന് പറ്റിയൊരു നിർവചനം എബ്രായലേഖനം 4-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് എടുത്തവരുണ്ടെങ്കിൽ വായിച്ചോ. അതുകൊണ്ട് കരുണലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായിട്ടുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തെത്തുക. പാപ്പാക്കുട സഭയ്ക്കകത്ത് ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് YMCA ഹോളൊക്കെ എടുത്ത് ഇങ്ങനൊരു കൂട്ടായ്മ യോഗം നടത്തുകയാണ്. പക്ഷെ ജോസഫ് പാസ്റ്റർ നേതൃത്വം നൽകുന്ന ദൈവസഭ ഇവിടെ കൂട്ടായ്മ യോഗം നടത്തുമ്പോൾ ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ ഭൂമിയിൽ തങ്ങിക്കിടക്കത്തില്ല. ഒരു ഭക്തൻ, ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്തുന്ന സ്ഥലത്തിന്റെ പേര് കൃപാസനമെന്നാണ്. ഒന്ന് ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഈ അന്തരീക്ഷത്തിൽ തങ്ങിക്കിടക്കത്തില്ല, 4 ഫീറ്റിക്കകത്ത് തങ്ങിക്കിടക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കുടിസുമുറിക്കകത്ത്, നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീട്ടിൽ തങ്ങിക്കിടക്കത്തില്ല. ചിമ്മിനിക്കകത്തു നിന്ന് പുകയുടെ പടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് പോലെ ദേശത്തിന്റെ ആത്മനികൾ കാണാം, പട്ടണ ഭൂതങ്ങൾ കാണാം, അന്യായ ബന്ധനങ്ങൾ കാണാം. അത് ഒന്നും പിടിച്ചു വെക്കാൻ കഴിയാതെ നമ്മുടെ പ്രാർത്ഥന എത്തുന്ന സ്ഥലം, ആ സ്ഥലത്തിന് പേര് 4:16 വിളിച്ചു പറയുന്നു കൃപാസനം. നമ്മുടെ പ്രാർത്ഥന കൃപാസനത്തിലെത്തിയാൽ അവിടെ നിന്ന് 2 ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. അവിടെ ആദ്യത്തെ ദൈവപ്രവർത്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് കരുണ ലഭിപ്പാന്. കണ്ടു കാണാൻ കഴിയാത്ത ഭക്തിമായി ഇങ്ങനെ ഇരിക്കുകയാണ്. മുൻ നടക്കുന്നവരൊക്കെ പറഞ്ഞു മിണ്ടരുത്, സംസാരിക്കരുത്. പക്ഷെ അവൻ വിളിച്ചു പറയുക, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആ കോണ്ടെക്സ്റ്റ്, ആ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവം വളരെ കാര്യമായിട്ടൊന്ന് പഠിച്ചാൽ യേശു ക്രിസ്തു ആ എരിഹോവിലൂടെ വരത്തില്ല. ഇത് അവസാനത്തെ വരവാണ്. നേരെ നിര്യാണത്തിലേക്ക് പോവുകയാണ്, ഗത്സമനയിലേക്ക് പോവുകയാണ്. 3.5 വർഷക്കാലത്തിന്റെ ശുശ്രൂഷ ഏതാണ്ട് പൂർത്തീകരിക്കാൻ പോകുന്ന അടുത്ത സമയമാണ്. ആ സമയം, ആ വഴി യേശു വരുന്നത് ഈ അന്ധനായ മനുഷ്യനെ കാണാൻ കഴിയത്തില്ലെങ്കിൽ
ഏതൊക്കെ പള്ളിയുടെ അങ്കണത്തിൽ യാചിക്കാനിരുന്നപ്പോ മൈക്രോഫോണിലൂടെ കോളാമ്പിലൂടെ കേട്ട ഒരു ശബ്ദമുണ്ട്. യേശു വേറെ ആരുമല്ല, ദാവീദിന്റെ പുത്രനാണ്. തച്ചന്റെ മകനല്ല, മറിയയുടെ മകനല്ല. ആ വചന വെളിപ്പാട് ലഭിച്ച ആ മനുഷ്യൻ പറയുക, ഈ വഴി യേശു ക്രിസ്തു അവസാനമായി വരുന്നുണ്ട്. ആരൊക്കെ മിണ്ടരുതെന്ന് പറഞ്ഞാലും അതരം കൂട്ടി വെക്കാൻ പറഞ്ഞാലും ഞാൻ അതരം കൂട്ടി വെക്കത്തില്ല. എന്റെ വായ് വിസ്താരത്തിൽ തുറന്ന് ഞാൻ വിളിച്ചു പറയും, എനിക്ക് എന്നോട് കരുണ വേണം. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് ഒന്ന് തലയെ കൈവെക്കണമെന്നല്ല. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് എന്റെ തലയെ കൈവെക്കുന്നത് ശാസിക്കണമെന്നല്ല. അല്പം ചേരുണ്ടാക്കി ശീലോകത്തിൽ കൊണ്ടുപോയി കഴിവാൻ ഒരു വഴി ഉണ്ടാക്കണമെന്നല്ല ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത്. ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ആ ഒറ്റ വാക്കിന്റെ മുൻപാകെ പതിറ്റാണ്ടുകളായി ബന്ധിച്ച അന്ധതകളെ മാറ്റാൻ സ്വർഗ്ഗത്തിൽ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ വിഷയം കെട്ടാൻ ആക്ഷേപിക്കും. ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞാൽ ഒരുപക്ഷെ നിന്ദിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാർ വിശ്വാസികൾ കേട്ടാൽ പുച്ഛിക്കും എന്ന് ചിന്തിച്ച് ഇന്നും പകലിന്റെ വേദനകൾ ഹൃദയത്തിന്റെ അകത്ത് ഒതുക്കി ഒരു നെടുവെറുപ്പ് പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കോ. ഒരൊറ്റ വാക്കിൽ വിളിച്ചു പറഞ്ഞോ, കർത്താവേ കരുണ തോന്നണം. പതിറ്റാണ്ടുകളായി ശത്രു ബന്ധിച്ചതിനെ സ്വർഗം വിടുതലാക്കി മാറ്റും. പതിറ്റാണ്ടുകളായി ശത്രു കെട്ടിയതിനെ സ്വർഗം അഴിക്കും. പോരാ അതുപോലെ തുറന്ന് അഭിഷേകത്തോടെ ശത്രുവിന്റെ സകല ബലത്തെ അഴിപ്പാ ദൈവം അധികാരം തരാൻ പോകുക. നിർബന്ധമില്ല. വചനം വെക്കുന്നവർ, ഒരു ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഈ തലമുറയിൽ ഒരു കരുണ വേണം. എന്റെ പ്രാദേശിക സഭയ്ക്കകത്ത് ഒരു കരുണ വേണം. എന്റെ ശുശ്രൂഷക്കകത്ത് ഒരു കരുണ വേണം. എന്നെ ആഗ്രഹിക്കുന്നവർ രണ്ട് കരകളൊന്ന് ചേർത്തടിക്ക് ദൈവത്തിന്റെ ദാസന്മാരെ, വിശ്വാസി സമൂഹത്തെ ശക്തിയോടെ അഭിഷേകമോ ഒന്നാമത്തെ ചിന്ത മനസ്സിലാക്കണം, കരുണ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത കൃപ പ്രാപിപ്പാനുമായി. അവിടെ എഴുതിയിരിക്കുന്നത് തത്സമയത്ത്, റൈറ്റായി, തക്ക സമയത്ത്. വാഹനം ഓടിച്ചു പോകുകയാണ്, വേറൊരു വാഹനം ഇടിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടല്ല, മരിച്ചിട്ടല്ല കൃപ വെളിപ്പെടുന്നത്. തക്ക സമയത്ത്, റൈറ്റ് ടൈമിൽ. അനർത്ഥം സംഭവിക്കുന്നതിന് മുൻപ് കർത്താവിന്റെ ഒരു റൈറ്റ് ടൈം ഉണ്ട്. ഒരു ഇന്റർവ്യൂവിന് എത്തപ്പെട്ടു, ഒരു കുറ്റമ്പാടി ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടല്ല ദൈവത്തിന്റെ കൃപ പകരുന്നത്. ഈ രാവിലെ കമാൻ ഒന്ന് ചേർന്ന് വിശ്വസിച്ചോ, ആ റൈറ്റ് ടൈമിൽ ദൈവകൃപ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി പരീക്ഷ ഹാളിൽ സാധന ചെയ്യുന്ന ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് രാവിലെ നിന്റെ ശരീരത്തിൽ ശത്രു ബന്ധിച്ചത് ഈ രാവിലെ സൗഖ്യമാക്കാൻ ആ ബന്ധനം മുടങ്ങിയിട്ടല്ല. കൃപ പ്രാപിക്കുന്ന ദൈവത്തിന്റെ ഒരു റൈറ്റ് ടൈം. വിശ്വാസത്തോടെ വിശ്വസിക്കാൻ എത്രവർക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന എത്തുന്ന സ്ഥലം കൃപാസനമാണ്. കൃപാസനത്തിൽ നമ്മുടെ പ്രാർത്ഥന എത്തിയാൽ അവിടെ നിന്ന് രണ്ട് ദൈവപ്രവൃത്തി പുറപ്പെട്ടു വരും. ഒന്ന് കരുണ, രണ്ട് റൈറ്റ് ടൈമിലുള്ള ഒരു ഗ്രേസ്. ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാനുമായി നാം കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഓടിയെത്തണം. പഴയ നിയമം വളരെ കാര്യമായി വചനം ചിന്തിക്കുമ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രാകാരം, പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ ആർക്കും ചെല്ലാം, പരിശുദ്ധ സ്ഥലത്ത് വരെ ചെല്ലാം. പക്ഷെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ഒരാൾക്ക് മാത്രം ആടുകളെ യാഗം കഴിച്ച് ഒന്നിനെ മരുഭൂമിയിലേക്ക് അയച്ച് ഒന്നിന്റെ രക്തവുമായി ജനത്തിന്റെ പാപമേറ്റു പറയാൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുകയാണ്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന മഹാപുരോഹിതന്റെ അരയിൽ ഒരു അരക്കെട്ടുണ്ട്. ആ അരക്കെട്ടിന്റെ അറ്റം പ്രധാന കവാടത്തിന്റെ വാതിലിന് മുമ്പിൽ ഇരിക്കുകയാണ്. പോയ മഹാപുരോഹിതൻ ജനത്തിന്റെ പാപമേറ്റു പറയാൻ പോയ ആളിൽ പാപമുണ്ടെങ്കിൽ അവിടെയുള്ള സ്വകീയ ശേഖരയുടെ മുൻപാകെ, ദൈവത്തിന്റെ തേജസ്സിന് മുൻപാകെ ആ മനുഷ്യന് മഹാപുരോഹിതന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ അകത്ത് കയറി പുറത്തിറങ്ങുന്ന സമയമായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. പാപം ചെയ്തിട്ട ആ മനുഷ്യൻ ജനത്തിന്റെ പാപമേറ്റു പറയുവാൻ പോയത് ആ മനുഷ്യൻ ജീവനോടില്ല, മരിച്ചതാണ്. ആ പുറത്തു കിടക്കുന്ന കയറിന്റെ അറ്റത്ത് പിടിച്ചു വലിച്ച് ആ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, ആ കൃപാസനം എന്ന സ്ഥലത്തേക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ ആദ്യമൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശനം ഉണ്ടായിരുന്നപ്പോ
പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യരായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഗത്സമന, ഗബത, ഗൊൽഗൊത്ത മലമുകളിൽ പച്ച പൈമരത്തിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ടപ്പോ പട്ടാപ്പകൽ ഇരുട്ടുണ്ടായിട്ട് ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഭയങ്കര കിടശീല ആടിന്റെ മുകളിലേക്കല്ല പത്രോസിനെത്താൻ കഴിയാത്ത, യോഹന്നാനെത്താൻ കഴിയാത്ത, യാക്കോബിനെത്താൻ കഴിയാത്ത ഉയരങ്ങളിൽ നിന്ന് ആരുമല്ല കീറിയത്, സ്വർഗം കീറിയിട്ട് വിളിച്ചു പറഞ്ഞു. ഓൾഡ് ടെസ്റ്റമെന്റിൽ മോശ കാണാത്ത, ആരോൻ കാണാത്ത, യോശുവ കാണാത്ത, ദാനിയേൽ കാണാത്ത, യോസഫ് കാണാത്ത, നാഹൂം കാണാത്ത, മീഖ കാണാത്ത, യോവേൽ കാണാത്ത ആ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ആ തിരശ്ശീല കീറിക്കഴിഞ്ഞപ്പോ സ്വർഗം വിളിച്ചു പറയുക, ഏത് സമയത്ത് ഏത് നേരത്ത് കൃപാസനത്തോട് അടുത്തുണ്ടെന്ന് അപ്പാ എത്ര പേർക്ക് നിരാവിലെ വചനത്തിന്റെ വെളിപ്പാടെന്ന് മനസ്സിലാക്കി തലയ്ക്ക് മീതി ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ആർക്കും എത്താൻ കഴിയാത്ത കൃപാസനത്തിന്റെ അടുക്കലേക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ പുതിയ നിയമത്തിൽ ആധികാരികമായി പഠിപ്പിക്കുന്നു. അഖിലശീല മുകളിൽ നിന്ന് താഴേക്ക് ചിന്തിയിട്ട് ഇനിയൊരു മധ്യസ്ഥൻ വേണ്ട, ഇനിയൊരു കുമ്പസാരക്കൂട് വേണ്ട, ഇനിയൊരു മഹാപുരോഹിതൻ വേണ്ട, ഇനിയൊരു പുരോഹിതൻ വേണ്ട. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരുവൻ മുഴങ്ങാൻ നടക്കുമ്പോ നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൃപാസനം ഇറങ്ങി വന്നിട്ട് ഈ രാവിലെ നിനക്ക് മറുപടി തരാം. വചനത്തിന്റെ വെളിപ്പാട് ആത്മീയമായ മേഖല കുടുംബയോട് സ്തോത്രം ചെയ്യാം. എത്ര ദൈവത്തിന്റെ ദാസന്മാർ കർത്താവിൽ കരുതുണ്ട്. അഭിഷേകത്താവിന്റെ ദൈവത്തിന്റെ ദാസന്മാർ അവരെ കുഞ്ഞിലേക്കാതെ ഒരു ശക്തിയോടെ ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട് വീടിന്റെ ആസിയയിലെ ദൈവം ആരാണ്? ആസിയയിൽ അപ്പോസ്തലനായ പൗലോസ് കഷ്ടത അനുഭവിക്കുമ്പോ ആ കഷ്ടതയിൽ ആരാ കൂടെയുള്ളത്? ദൈവം. ആ ദൈവം പിതാവാണ്. ആദ്യത്തെ ക്യാരക്ടർ അവൻ കൃപ അയക്കുന്ന ദൈവമാണ്. രണ്ടാമത്തെ ചിന്ത ഒരു 5-6 മിനിറ്റ് കൂടി കൊണ്ട് വേഗം റഫറൻസുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. രണ്ടാമത്തെ ചിന്ത സമാധാനം തരുന്ന ദൈവമാണ്. സമാധാനം തരുന്ന ദൈവമാണ്. ദൈവവചനം പഠിക്കുമ്പോൾ there are two types of peace. രണ്ട് രീതിയിലുള്ള സമാധാനമുണ്ട്. ഒന്ന് റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടുണ്ട്. പണ്ടൊക്കെ ഞാൻ ചോദിക്കത്തില്ലേ, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ഞാൻ ആരാധിച്ചാൽ ദൈവം കൈക്കൊള്ളുമോ? ഞാൻ കണ്ണുനീരോട് ഉപവസിച്ചാൽ ദൈവം മറുപടി അയക്കുമോ? എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോ കൃപാസനത്തിലെ അടുക്കലേക്ക് നിന്റെ പ്രാർത്ഥന എത്തപ്പെട്ടപ്പോ നമ്മുടെ അന്തരംഗത്തിൽ ഒരു ഭയങ്കര സമാധാനം വെളിപ്പെട്ടോ. ഞാൻ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും. ആ താഴോട്ട് വായിച്ചാൽ ക്രിസ്തു നിമിത്തം നിരപ്പുണ്ടായിട്ട് പിതാവായ ദൈവത്തോട് നമുക്ക് എന്തുകൊണ്ട് സമാധാനം. അപ്പൊ ആദ്യത്തെ സമാധാനത്തിന്റെ പേര് ദൈവത്തോടുള്ള സമാധാനം. ആദ്യത്തെ സമാധാനത്തിന്റെ പേര് ദൈവത്തോടുള്ള സമാധാനം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. രണ്ടാമത്തെ സമാധാനം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്തയാണ്. ഫിലിപ്പിയ ലേഖനം 4-7 വാക്യം. നമ്മുടെ സീനിയർ ക്ലാസ് നേതൃത്വ നിലയിലായിട്ടുള്ളവരെല്ലാം മൃതദേഹം ഭൗതിക ശരീരം അടക്കുമ്പോൾ ഈ വാക്യം പറയാൻ അടക്കത്തില്ല. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അപ്പൊ ആദ്യത്തെ സമാധാനം ദൈവത്തോടുള്ള സമാധാനമാണ്. നാളെ എന്തായിരിക്കും നമ്മുടെ ഭാവി എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാൻ കാരണം നമ്മുടെ അകത്തുള്ള ദൈവസമാധാനമാണ്. ഡോക്ടർ പറഞ്ഞ അടുത്ത മാസം കൂടി ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് വരട്ടെ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാ. സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. യഹോവ റാഫ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന നെൽസൺ മോൾപാസ് സങ്കീർത്തനത്തിലൂടെ വായിച്ചപ്പോ ഇതുപോലെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനുള്ള കാരണം അകത്ത് വ്യാപരിക്കുന്ന ദൈവസമാധാനമാണ്. രാവിലെ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കുന്ന സ്തോത്രം ചെയ്യുക. എന്റെ അപ്പൻ എന്റെ പിതാവായ ദൈവത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം അവൻ സമാധാനം തരുന്ന ദൈവമാണ്. പക്ഷെ കേവല സമാധാനമല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയപ്പോ യേശു ക്രിസ്തു കർത്താവിന്റെ ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോ ക്രിസ്തു നിമിത്തം പിതാവായ ദൈവത്തോട് നിരപ്പുണ്ടായിട്ട്
ദൈവത്തോട് ഒരു സമാധാനമുണ്ടായി. ദൈവത്തോട് സമാധാനമുള്ളവർ ഇന്ന് രാവിലെ ശബ്ദം ഉയർത്തി, ആ തലയ്ക്ക് മീതെ കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ സമാധാനമുണ്ട്. പരിവട്ട ദാരിദ്ര്യങ്ങൾ ഓരോ ദൈവത്താലും എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ സമാധാനമുണ്ട്. മൂന്നാമത്തെ സ്വഭാവത്തെ കുറിച്ച് അവിടെ എങ്ങനെയാ വായിക്കുന്നത്? മനസ്സലിയുന്ന കർത്താവാണ്. ധാരാളം ആളുകൾ 2-3 ദിവസമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുക, ഭക്ഷിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു ബാലകന്റെ കയ്യിൽ 5 അബദ്ധവും 2 മീനും അത് കണ്ടിട്ട് അത് കരങ്ങളിൽ വെച്ച് ജനത്തെ നോക്കിയപ്പോ മനസ്സലിഞ്ഞ ദൈവം അത് വർദ്ധിപ്പിച്ചല്ലേ. രാവിലെ ചേർന്ന് പറഞ്ഞു, നിന്റെ പരിമിതികൾ കണക്ക് ദൈവം മനസ്സറിഞ്ഞ അത്ഭുതം നടക്കാൻ പോകുകയാണ്. നാലാമത്തെ ചിന്ത, സർവ ആശ്വാസവും പകരുന്ന ദൈവം. കേവലം ഒരു പ്രതിസന്ധിക്കകത്ത് ഒരാഴ്ച ഈ രോഗം ഒന്ന് ബാധിക്കട്ടെ എന്നിട്ട് കൊണ്ടുവരാം, ഈ രാജ്യത്തേക്ക് പോകട്ടെ 3 മാസം കാലുകുത്തിയിട്ട് മടക്കിക്കൊണ്ടുവരാം എന്നല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവം വളരെ കാര്യമായി വിളിച്ചു പറയുന്നു, ഞാൻ മറുപടി അയച്ചാൽ അതൊരു പെർമനന്റ് ഡെലിവറൻസ്, നിലനിൽക്കുന്ന വിടുതല, പൂർണ്ണ ആശ്വാസം, സകല ആശ്വാസം പകരുന്ന ദൈവമാണ്. എത്ര ദൈവത്തിന്റെ ദാസന്മാർ വിശ്വാസ സമൂഹം അന്നേരം തുറന്ന് ആ വചനത്തിന്റെ വെളിപ്പാട് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ നിയോഗമുണ്ട്. ആദ്യത്തെ ഒരു ഇൻട്രോ, ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ തുടങ്ങി വെച്ചത്. അപ്പോസ്തലനായ പൗലോസ് ആസിയയിൽ കഷ്ടത അനുഭവിക്കുന്നു. പൗലോസ് ഒറ്റയ്ക്കാണോ? അല്ല. പൗലോസ് വിളിച്ചു പറയുന്നു, എന്നോട് കൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആരാധ്യനായ ദൈവമുണ്ട്. ആ ദൈവം ആരാണ്? എന്റെ പിതാവാണ്. ആ പിതാവായ ദൈവത്തിന്റെ 4 സ്വഭാവങ്ങൾ: 1 കൃപ തരുന്ന ദൈവമാണ്, 2 സമാധാനമായിട്ടുള്ള ദൈവമാണ്, 3ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത അവൻ മനസ്സറിയുന്ന ദൈവമാണ്, 4ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത സർവ ആശ്വാസവും പകരുന്ന ദൈവമാണ്. അടുത്ത ചിന്തയിലേക്ക് പോകാൻ എന്റെ മുമ്പിലും സമയമില്ല, കാഠിന്യമൊക്കെ ചൂടുമാണ്. എങ്കിലും ഒരു ചിന്ത കൂടി പറഞ്ഞ് ആ ഭാഗത്ത് ബൈബിൾ അറിയിച്ചാൽ ഒരു 3-4 മിനിറ്റ് കർത്താവിനെ സ്തോത്രം ചെയ്ത് നാം മടങ്ങാനായി താല്പര്യപ്പെടുകയാണ്. ആ വചനത്തിന്റെ ഭാഗം മറ്റൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ കഷ്ടതകൾ ആസിയിൽ അനുഭവിക്കുമ്പോൾ ആ 10ാമത്തെ വാക്യം 3 ചിന്തകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവങ്ങളെ വിടുവിച്ചു. ആദ്യത്തെ ചിന്ത വിടുവിച്ചു. അത് ഇന്നലകളിൽ ഭൂതകാലത്തെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇന്നലകളിൽ ഞങ്ങളെ വിടുവിച്ചു. 2ാമത്തെ ചിന്ത വിടുവിക്കുകയും ചെയ്യും. പ്രസന്റ് ടെൻസ്, വർത്തമാന കാലത്ത് നോക്കിയിട്ട് പറയുക, ഞാൻ ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ ആയിരിക്കുന്ന ഈ പ്രതിസന്ധിയിലും കർത്താവ് വിടുവിക്കും. 3ാമത്തെ ചിന്ത കേൾപ്പിച്ചു, മേലാലും എന്തോ ചെയ്യും? ഒന്ന് കരങ്ങൾ ഉയർത്തി. ആസിയെ പോലെ എത്ര പ്രതിസന്ധികൾ വന്നാലും, ദൈവത്തിന്റെ ദാസന്മാരെ വിശ്വാസ സമൂഹമേ എത്ര പ്രതികൂലങ്ങൾ വന്നാലും, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട 2-3 ചിന്തകളുണ്ട്. ഒത്തിരി വചനത്തിന്റെ വെളിപ്പാടുകൾ, മിസ്റ്ററികൾ, മർമ്മങ്ങൾ, വേർഡുകൾ ആ വചനത്തിന്റെ ഭാഗത്തുണ്ട്. എങ്കിലും ഒരു പ്രധാനപ്പെട്ട ചിന്ത പറഞ്ഞ് ഞാൻ ഇന്ന് മുതൽ അവസാനിപ്പിക്കാൻ പോകുകയാണ്. 7 കഷ്ടതകൾക്ക് നടുവിലും ആസിയയിൽ ഇറങ്ങി വന്ന പിതാവായി ദൈവം, കൃപയുള്ള ദൈവം, സമാധാനം നൽകുന്ന ദൈവം, മനസ്സറിയുന്ന ദൈവം, സർവാശ്വാസം നൽകുന്ന ദൈവം. ആ ദൈവത്തെ നോക്കി പൗലോസ് പറയുകയാ, ഇന്നലകളിൽ ഞങ്ങളെ വിടുവിച്ചു. അടുത്ത വചനത്തിന്റെ വെളിപ്പാട് അവൻ വിടുവിക്കുകയും ചെയ്യും. നാളെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും മെലിത്ത ദ്വീപിൽ ഒരു ആണലിയുടെ ചൂട് നിമിത്തം പുറത്തേക്ക് വന്നാല് എനിക്കത് വിഷയമല്ല. മേലാല് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം തുടർന്ന് അഭിഷേകത്തോടെ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുക. ആത്മാവിൽ നിയോഗമുണ്ട്. ഒരു പ്രബോധന ശബ്ദം പോലെ, ഒരു ചാക്കുഴി പോലെ ഹൃദയത്തിനകത്ത് കോഴിയിടപ്പെട്ട് ഇന്ന് രാവിലെ മടങ്ങിപ്പോക. ആത്മാവിൽ കരുത്തുണ്ടാകട്ടെ. ഇന്നലകളിൽ വിടുവിച്ച ദൈവം ഒന്ന് പണിയടച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് 2-3 മിനിറ്റ് ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് എത്രപേർക്ക് മടങ്ങാം. ഇന്ന് രാവിലെ ആത്മാവിൽ നിയോഗമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, ലേഖനത്തിൽ പ്രധാനപ്പെട്ട 3 ദൈവശക്തി. അപ്പോസ്തലനായ പൗലോസ് ഇന്നലെ അനുഭവിച്ച 3
പ്രധാനപ്പെട്ട ദൈവശക്തി. ഒന്നാമത്തെ ചിന്ത, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം. രണ്ടാമത്തെ ചിന്ത, നീ ചോദിക്കുന്നതിനേക്കാൾ നിലയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി വെളിപ്പെടുന്ന ദൈവശക്തി. മൂന്ന്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ 3 തവണ പ്രാർത്ഥിച്ചു എന്റെ ശരീരത്തിലെ ശൂലം മാറാൻ, പക്ഷെ ഈ ശൂലം മാറിയില്ല. അതിന് പൗലോസ് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. അഭിഷേകത്തോടെ അത് ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തി. കരങ്ങളെ തട്ടണമോ? കരങ്ങളെ തട്ട. കരങ്ങളെ ഉയർത്തണമോ? കരങ്ങളെ ഉയർത്തുക. മൊത്തത്തോടെ ആരാധിക്കണമോ? ആരാധിക്കുക. ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഈ ഓഡിറ്റോറിയത്തിനകത്ത് നെടുകയും കൂടുകയോ ശക്തിയോടെ മരണത്തെ മുഖാമുഖമായി കാണുന്ന ജീവിത പ്രതിസന്ധികളിലും ശക്തിയോടെ ഇറങ്ങി വരുന്ന ദൈവം, ശക്തരാക്കുന്ന ദൈവം, എത്ര മനോഹരമായിട്ട്, എത്ര ആഴമായി ദൈവിക വെളിപ്പാടുകൾ അഭിഷിക്തൻ നമുക്ക് കൈമാറിയിരിക്കുകയാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായി വെളിപ്പെടുകയാണ്. പുതിയ തലങ്ങളിലേക്ക് ദൈവം നമ്മെ കരം പിടിച്ച് നടത്താൻ പോവുകയാണ്. ഇവിടെ കടന്നു വന്ന ദൈവമകൾക്ക് ദൈവദാസൻ മാത്രമല്ല, ഞങ്ങളുടെ സഭയ്ക്കും ഈ മൂവാറ്റുപുഴ സെക്ഷനും ദൈവത്തിന്റെ വാചകം ശക്തിയോടെ അവൻ വ്യാപരിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം അഭിഷിക്തനായ ദൈവത്തെ സ്തുതിക്കാം. ദൈവശബ്ദത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം.